അടുത്തതായി പറയാൻ പോകുന്നത് മെയിൻ ടൂൾ ബാറിലെ ഓപ്ഷൻസ്. ഇപ്പം ഒരു സ്പീക്കർ ക്രിയേറ്റ് ചെയ്തു. ബാക്കിലോട്ട് പോകണമെങ്കിൽ കൺട്രോൾ ഇസഡ് അടിച്ചാൽ മതി. കൺട്രോൾ ഇസഡ്. ഇനി റീഡു ചെയ്യണമെങ്കിൽ കൺട്രോൾ വൈ. അൺഡു കൺട്രോൾ ഇസഡ്, റീഡു കൺട്രോൾ വൈ. ഇനി അതിൻ്റെ ടാബ്സ്, അതിൻ്റെ ഐക്കൺസ് ഇവിടെ ഉണ്ട്. ഇവിടെ കൺട്രോൾ ഇസഡും കൺട്രോൾ വൈയും. ഇത് ലിങ്കിങ് എന്ന് പറയും. ഈ രണ്ട് ഇത് ലിങ്കും അൺലിങ്കും. ലിങ്കും അൺലിങ്കും എന്താണെന്ന് പറയുന്നത് പേരൻറ്റിങ് എന്തുവാണെന്ന് ആദ്യം അറിയണം. നമുക്ക് പേരൻറ്റിങ്ങിനകത്ത് രണ്ട് ഒബ്ജക്റ്റിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പേരൻറ്റ് ചെയ്യുവാണെങ്കിൽ അതിന് പറയുന്നതെന്ന് പറഞ്ഞാൽ, ഇപ്പം ഇത് രണ്ട് ഒബ്ജക്റ്റ്, ഇതിനെ ഈ ഒബ്ജക്റ്റിനെ ഇതിലോട്ട് ഞാൻ പേരൻറ്റ് ചെയ്യാൻ പോവുക. അപ്പോൾ ഇതിനെ വലിച്ച് ഇതിലോട്ട് ഞാൻ ഇട്ടു. അപ്പം ഇതിനകത്ത് പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റ് നീക്കിക്കഴിഞ്ഞാൽ മറ്റേ ഒബ്ജക്റ്റിന് ട്രാൻസ്ഫോർമേഷൻ ചേഞ്ചസ് വരത്തില്ല. പക്ഷേ ഈ ഒബ്ജക്റ്റ് നീക്കിക്കഴിഞ്ഞാൽ മറ്റേ ഒബ്ജക്റ്റും അതിൻ്റെ കൂടെ നീങ്ങും. അപ്പം എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എന്താണ്ട് ഈ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്താൽ മറ്റേ ഒബ്ജക്റ്റ് റൊട്ടേറ്റ് ചെയ്യും. പക്ഷേ ഇത് റൊട്ടേറ്റ് ചെയ്താൽ മറ്റേത് റൊട്ടേറ്റ് ചെയ്യത്തില്ല. അപ്പോൾ ഇത് പേരൻറ്റും ഇത് ചൈൽഡുമാണ്. അപ്പോൾ ലിങ്ക് ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കുന്നത്. ഇനി എനിക്കിതിനെ അൺലിങ്ക് ചെയ്യണമെങ്കിൽ, ഇപ്പോൾ എനിക്ക് വേണ്ട ഇതിന് രണ്ടുമായിട്ട് പേരൻറ്റും ചൈൽഡായിട്ട് നിൽക്കേണ്ട എങ്കിൽ ചൈൽഡിനെ സെലക്ട് ചെയ്യുക, ഇവിടെ പോവുക, അൺലിങ്ക് സെലക്ഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ ഞാൻ ഇത് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേത് റൊട്ടേറ്റ് ആകത്തില്ല. അത് ലിങ്കും അൺലിങ്ക് അല്ലെങ്കിൽ പേരൻറ്റിങ്ങും എന്ന് പറയും. ഇത് സ്പേസ് റാപ്പ് ഒബ്ജക്ട്സ് ആണ്. ബൈൻഡ് സ്പേസ് റാപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇത് നമ്മൾ ഉപയോഗിക്കുന്നത് പാർട്ടിക്കിൾസ് ഉപയോഗിക്കുമ്പോഴാണ് ഉപയോഗിക്കുന്നത്. പാർട്ടിക്കിൾസിനെ ഒരു ഡിഫ്ലക്ടർ അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റി അല്ലെങ്കിൽ വിൻഡ് അങ്ങനെയുള്ള ഡീഫോമേഴ്സുമായിട്ട് ഫോഴ്സസുമായിട്ട് ബൈൻഡ് ചെയ്യാൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഈ ഒരു ഇത് വരുമ്പോഴാണ് നമ്മൾ പാർട്ടിക്കിൾസ് ഉപയോഗിക്കുന്നതാണ് ബൈൻഡ് സ്പേസ് റാപ്സ് എന്നുള്ള ഇത് ഉപയോഗിക്കുന്നത്. ഇനിയും ഞാൻ എന്ത് ടൈപ്പ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യണം എന്നുള്ളത് ലൈറ്റ് വെച്ചു അപ്പോൾ ഞാൻ ഇത് സെലക്ഷൻ സെറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ ജോമെട്രി എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പം ഇവിടെ ജോമെട്രി സെലക്ട് ചെയ്യാൻ കഴിയും. പക്ഷേ എനിക്കൊരു ലൈറ്റിനെ സെലക്ട് ചെയ്യാൻ സാധിക്കില്ല. എനിക്കിവിടെ ലൈറ്റ് സെലക്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഞാൻ ഇവിടെ ലൈറ്റ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. അല്ലാതെ എനിക്ക് ജോമെട്രി സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അതേസമയം ഞാൻ ഓൾ കൊടുത്തേക്കുവാണെങ്കിൽ എനിക്ക് എന്ത് വേണേലും സെലക്ട് ചെയ്യാൻ സാധിക്കും. ഇനി സെലക്ഷൻ ടൂൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ ബേസിക്കലി 2-3 സെലക്ഷൻ ടൂൾസിൻ്റെ ടൂളുകൾ ഇത് പറയാം. ഷോർട്ട് കട്ട്സ്. സെലക്ഷൻ്റെ ഷോർട്ട് കട്ട് ക്യൂ. ഇത് അടുത്ത് വരുന്നത് സെലക്ട് ബൈ നെയിം എന്നുള്ളതാണ്. അതിൻ്റെ ഷോർട്ട് കട്ട് H. സെലക്ട് ബൈ നെയിം H. ഇനിയും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു പ്രാവശ്യം ക്യൂ അടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ റെക്റ്റാങ്കുലർ സെലക്ഷൻ ടൂൾ ഉണ്ട്. എന്ന് വെച്ചാൽ എനിക്കിപ്പോൾ ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് റെക്റ്റാങ്കുലർ ടൈപ്പിലായിരിക്കും വരുന്നത്. ഇനി ഒരിക്കൽ കൂടെ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ തന്നെയുണ്ടോ എനിക്ക് സർക്കുലർ സെലക്ഷനായി. ഇനി ഒരിക്കൽ കൂടെ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ തേണ്ട ഫെൻസ് സെലക്ഷൻ. ഇങ്ങനെ എനിക്ക് ഫെൻസായിട്ട് എനിക്ക് സെലക്ട് ചെയ്യാം. ഫെൻസ് സെലക്ഷൻ. ഇനി ഒരിക്കൽ കൂടെ ക്യൂ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് ലാസോ സെലക്ഷൻ. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം ക്യൂ അടിച്ചു കഴിഞ്ഞാൽ പെയിൻറ്റ് സെലക്ഷനായിട്ട് മാറും. ഓക്കെ, പെയിൻറ്റ് സെലക്ഷനായിട്ട് മാറും. തേണ്ട പെയിൻറ്റ് സെലക്ഷൻ കണ്ടോ, ദിസ് ഈസ് കോൾഡ് പെയിൻറ്റ് സെലക്ഷൻ. അപ്പോൾ അങ്ങനെ എനിക്ക് പെയിൻറ്റ് സെലക്ഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാം. ഇനിയും തിരിച്ച് ഞാൻ റെക്റ്റാങ്കിൾ വെച്ചു. ഇനിയും ഇവിടെ തന്നെ സെലക്ഷൻ്റെ അകത്ത് തന്നെ ഇവിടെ വിൻഡോ ആൻഡ് ക്രോസിംഗ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇതിനകത്ത് ജസ്റ്റ് ക്രോസിങ്ങിലാണെങ്കിൽ ഞാൻ ഇങ്ങനെ ജസ്റ്റ് മുട്ടിച്ചാലും ഒരു ഒബ്ജക്റ്റ് സെലക്ട് ആവും. അതേസമയം ഞാൻ ഇത് വിൻഡോയിൽ വെച്ചിട്ട് ഞാൻ ചെയ്യുവാണെങ്കിൽ മുട്ടിച്ചാലും സെലക്ട് ആകത്തില്ല. ഒബ്ജക്റ്റ് ഫുള്ളായിട്ട് അതിനകത്തൂടെ കടന്നു കയറിയാൽ മാത്രമേ അത് സെലക്ട് ആകത്തുള്ളൂ. ഞാനിപ്പോൾ തന്നെ ഇത് ഫുള്ളായിട്ട് അത് മുട്ടിച്ചെന്ന് പറഞ്ഞുകൊണ്ട് സെലക്ട് ആകത്തില്ല. ഫുള്ളായിട്ട് കടന്നു കയറിയാൽ മാത്രമേ സെലക്ട് ആകൂ. അത് വിൻഡോ ആൻഡ് ക്രോസിങ്. ഇനിയും അടുത്തത് മൂവ് ടൂൾ. ഡബ്ല്യു അടിച്ചു കഴിഞ്ഞാൽ മൂവ് ടൂൾ. റൊട്ടേഷൻ അടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ. അടിച്ചു കഴിഞ്ഞാൽ റൊട്ടേഷൻ. ഇനി അത് കഴിഞ്ഞ് അടിച്ചു കഴിഞ്ഞാൽ സ്കെയിൽ. ഇനിയും എനിക്ക് വ്യൂവിനെ ബേസ് ചെയ്ത് എൻ്റെ ഈ പിവോട്ടിനെ മാറ്റുന്നതാണ് വ്യൂ, സ്ക്രീൻ, വേൾഡ്, പേരൻ്റ് അങ്ങനെ ഉണ്ട്. അത് പിന്നെ അതിനെപ്പറ്റി പറയുന്നതായിരിക്കും. അപ്പം പിന്നെ എൻ്റെ അകത്ത് എനിക്ക് മാനിപ്പുലേറ്റർ ടൂൾസ് ഉണ്ട്, എനിക്ക് സ്നാപ്പിംഗ് ടൂൾസ് ഉണ്ട്, മിറർ, അലൈൻ, ലെയർ, സ്കിമാറ്റിക്,
കർവ് എഡിറ്റർ, സ്കിമാറ്റിക്, മെറ്റീരിയൽ, റെൻഡർ, അങ്ങനെ ഉള്ള ടൂൾസാണ് ബാക്കിയുള്ള മെയിൻ ടൂൾ ബാറിൽ. ഇനിയും ഇത്രയാണ് മെയിൻ ടൂൾ ബാറിനെ പറ്റി പറയാൻ ഉള്ളത്.